സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ രണ്ടും കൽപ്പിച്ചാണ്. കുവൈറ്റിലെ വിമാനത്താവളത്തിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അടിച്ചിട്ട് മുങ്ങുന്ന അമേരിക്കയുടെ പരിപാടി ഇനി നടക്കില്ല എന്നാണ് ഇറാൻ വിപ്ലവ സേന വ്യക്തമാക്കുന്നത്. ഇങ്ങോട്ട് അടിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ഇരട്ടിയായി തിരിച്ചു നൽകുമെന്നാണ് IRGCയുടെ പ്രതികരണം. അതാണ് നമ്മൾ കുവൈറ്റിൽ കണ്ടത്. ഇറാന്റെ തിരിച്ചടിയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ കുവൈറ്റ് എന്ന് പറയാം. എയർപോർട്ടിലെ ആക്രമണത്തിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യക്കാരനാണ് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വൻതോതിലുള്ള നാശനഷ്ടങ്ങളാണ് കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാന്റെ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത്. വിമാന സർവീസ് നിർത്തിവെക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി. കുവൈറ്റിനെ കൂടാതെ ബഹ്റൈനിലേക്കും ഇറാൻ ആക്രമണം നടത്തി. ഇറാൻ നടത്തിയത് ആക്രമണമല്ല, പ്രത്യാക്രമണം ആണ് എന്നുള്ളതാണ് ശരിയായ പദം. കാരണം ഇറാനിലേക്ക് വന്ന എണ്ണക്കപ്പൽ ആക്രമിച്ച് അമേരിക്കയാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് യഥാർത്ഥത്തിൽ തുടക്കമിട്ടത്. അത് പല വാർത്താമാധ്യമങ്ങളും പറയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത്, അതായത് അമേരിക്ക ചെയ്ത ഈ പ്രകോപനത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത് കുവൈറ്റും ബഹ്റൈനുമാണ് എന്നുള്ളതാണ് സത്യം. ഈ രണ്ട് രാജ്യങ്ങളെയും ഇറാൻ ലക്ഷ്യമിട്ടതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട്. അതിനിടെ ഇറാനിൽ ഇപ്പോൾ കരസേനയുടെ ആവശ്യമില്ല എന്ന് ഈ സംഘർഷത്തിനിടെ ട്രംപ് വ്യക്തമാക്കുന്നു എന്നുള്ള വാർത്തയും വരികയാണ്. മാത്രമല്ല ചർച്ചകളിൽ, ഇറാൻ അമേരിക്ക ചർച്ചകളിൽ മുജ്തബ ഖമനി ഇടപെടുന്നുണ്ട് എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതും വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെയുള്ള പശ്ചിമേഷ്യയിലെ സാഹചര്യം നമുക്ക് പരിശോധിക്കാം. വീഡിയോയിലേക്ക് വിശദമായി തന്നെ പോകാം. അമേരിക്ക ഇറാനിലേക്ക് വന്ന എണ്ണക്കപ്പലിലേക്ക് നാവിക ഉപരോധത്തിൻ്റെ പേര് പറഞ്ഞ് ആക്രമണം നടത്തിയതോടെയാണ് സത്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം, ഈ സംഘർഷ സാഹചര്യം ഉടലെടുത്തത്. അതായത് അമേരിക്ക നടത്തിയ പ്രകോപനമാണ് എല്ലാത്തിനും കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഇന്നലെ പകൽ സമയത്ത് ഇറാൻ്റെ ഗാർഗ് ദ്വീപിലേക്ക് പോവുകയായിരുന്ന ബോട്സാന പതാകയുള്ള MT ലെക്സി എന്ന എണ്ണക്കപ്പലിനോട് യാത്ര അവസാനിപ്പിക്കാൻ അമേരിക്കൻ സൈന്യം ആവശ്യപ്പെട്ടു. അതായത് അമേരിക്കയുടെ ഉപരോധം അവിടെ നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് യാത്ര അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ 24 മണിക്കൂറിലധികം ഈ കപ്പൽ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറായില്ല. ഉപരോധം ലംഘിച്ച് മുന്നോട്ട് പോകാനാണ് കപ്പൽ തീരുമാനിച്ചത്. തുടർന്ന് അമേരിക്കൻ യുദ്ധവിമാനം കപ്പലിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് ഹെൽഫെയർ മിസൈൽ തൊടുക്കുകയായിരുന്നു. ഇതോടെ കപ്പൽ പൂർണ്ണമായും നിശ്ചലമാക്കപ്പെട്ടു. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതോടെയാണ് ഇറാൻ തിരിച്ചടി തുടങ്ങിയത്. അതായത് തങ്ങളുടെ തുറമുഖത്തിലേക്ക് വന്ന എണ്ണക്കപ്പലിനെ അമേരിക്ക ആക്രമിച്ചതോടെയാണ് ഇറാൻ തിരിച്ചടി തുടങ്ങിയത്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ വിക്ഷേപിച്ചത്. ആത്മഹത്യാ ഡ്രോണുകളിൽ ചിലതാണ് കുവൈറ്റിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പതിച്ച് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന 63 പേർക്ക് പരിക്കേറ്റുവെന്നാണ് കുവൈറ്റ് ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. പരിക്കേറ്റവരിൽ 7 പേരുടെ നില അതീവ ഗുരുതരമാണ്. അവർക്ക് അടിയന്തര ശസ്ത്രക്രിയകൾ നൽകിയതായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. സ്ഫോടനത്തെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചും കെട്ടിടാവശിഷ്ടങ്ങൾ തലയിൽ വീണും മറ്റുമാണ് ഭൂരിഭാഗം പേർക്കും പരിക്കേറ്റിട്ടുള്ളത്. ഈ ആക്രമണത്തിൽ വിമാനത്താവളത്തിൻ്റെ പ്രധാന ഭാഗമായ ടെർമിനൽ 1 കെട്ടിടത്തിന് കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചത് എന്നാണ് കുവൈറ്റ് അറിയിക്കുന്നത്. വിമാനത്താവളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ തീപിടുത്തമുണ്ടായി. വിമാനത്താവളത്തിന് സമീപമുള്ള ചില സുപ്രധാന നയതന്ത്ര കാര്യാലയങ്ങൾക്കും ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് കുവൈറ്റ് അറിയിക്കുന്നത്. ഇതേ തുടർന്ന് കുവൈറ്റ് വിമാനത്താവളം താൽക്കാലികമായി അടച്ചിരുന്നു. എന്നാൽ നാശനഷ്ടങ്ങൾ വിലയിരുത്തി സുരക്ഷ ഉറപ്പാക്കിയ ശേഷം ടെർമിനൽ 4 നിന്നുള്ള കുവൈറ്റ് എയർവേസ് സർവീസുകൾ പുനരാരംഭിച്ചുവെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പിന്നീട് അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കുവൈറ്റിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്. അതായത് ഈ ആക്രമണത്തെ സംബന്ധിച്ച് കുവൈറ്റ് പറയുന്നത് ഇത് തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്, അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നാണ് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ, അതായത് തിരിച്ചു ഇറാനെ ആക്രമിക്കാൻ കുവൈറ്റിന് അവകാശമുണ്ട് എന്നും മന്ത്രാലയം കൂട്ടിച്ചേർക്കുന്നു. സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ അയൽ രാജ്യങ്ങൾ കുവൈറ്റിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോഴും ഈ രാജ്യങ്ങളൊന്നും അമേരിക്ക ഇറാനിലേക്ക് നടത്തിയ ആക്രമണങ്ങളെ അപലപിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കുവൈറ്റിലെ ആക്രമണത്തിന് പിന്നാലെ അമേരിക്ക ഇറാൻ്റെ ഖേഷം ദ്വീപിന് നേരെ ആക്രമണം നടത്തി. അതായത് ആദ്യം ഇറാനിലേക്ക് വന്ന എണ്ണക്കപ്പലിലേക്ക് അമേരിക്ക ആക്രമണം നടത്തി. തുടർന്ന് ഇറാൻ കുവൈറ്റിലേക്ക് തിരിച്ചടിച്ചു. അതിനുശേഷം ഇറാൻ്റെ ഖേഷം ദ്വീപിലേക്ക് അമേരിക്ക ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇറാൻ്റെ തന്ത്രപ്രധാനമായ ഒരു ദ്വീപാണ് ഖേഷം ദ്വീപ്.
ഇവിടുത്തെ സൈനിക കൺട്രോൾ സ്റ്റേഷനുകൾ അമേരിക്കൻ ബോംബറുകൾ തകർത്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതോടെയാണ് ബഹ്റൈനിലെ അമേരിക്കൻ നാവികസേനയുടെ 5ാം കപ്പൽപ്പട കേന്ദ്രത്തിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയത്. കപ്പൽപ്പടയ്ക്ക് കനത്ത നാശനഷ്ടം തങ്ങളുടെ ആക്രമണത്തിലൂടെ ഉണ്ടായി എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും ബഹ്റൈനിലെ മിന സൽമാൻ തുറമുഖത്തുള്ള US നാവികസേന ആസ്ഥാനത്ത് കൃത്യമായി പതിച്ചുവെന്നും അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ടവറുകളും റഡാർ സംവിധാനങ്ങളും കനത്ത നാശനഷ്ടം ഉണ്ടായി എന്നുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. എന്നാൽ മിസൈലുകൾ അമേരിക്കൻ ബഹ്റൈൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് വെച്ച് വിജയകരമായി തകർത്തു എന്നാണ് അമേരിക്കൻ സെൻട്രൽ നാവിക കമാൻഡ് അവകാശപ്പെടുന്നത്. നമുക്കറിയാം, അമേരിക്കൻ നാവിക കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ അമേരിക്കൻ വ്യോമതാവളങ്ങളിലും ഇറാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾ എത്രത്തോളമാണെന്ന് ഒരിക്കലും അമേരിക്കൻ നാവികസേന അല്ലെങ്കിൽ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിക്കുന്നില്ല. പിന്നീട് വല്ല മാധ്യമങ്ങളും ഒക്കെ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെയാണ് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. നമുക്കറിയാം, 20ഓളം അമേരിക്കൻ നാവിക കേന്ദ്രങ്ങൾ, ഗൾഫിലുള്ള അമേരിക്കൻ നാവിക കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ വ്യോമത്താവളങ്ങളിൽ വലിയ നാശനഷ്ടം, 20ഓളം വ്യോമത്താവളങ്ങളിൽ വലിയ നാശനഷ്ടമാണ് ഇറാൻ്റെ ആക്രമണങ്ങളിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് BBC കഴിഞ്ഞ ദിവസം ഒരു ഉപഗ്രഹ സർവേയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി എന്തിനാണ് കുവൈറ്റിനെയും ബഹ്റൈനെയും ഇറാൻ ലക്ഷ്യമിട്ടത് എന്നുള്ള കാര്യത്തിലേക്ക് വരാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്കാര്യം ഇറാൻ വിപ്ലവസേന തന്നെ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് കുവൈറ്റിനെയും ബഹ്റൈനെയും ലക്ഷ്യമിട്ടു? IRGC പുറത്തുവിട്ട പ്രസ്താവനയിലെ പ്രധാന കാര്യങ്ങൾ ഇതാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ എണ്ണക്കപ്പലിനെ ആക്രമിക്കാനും ഖേഷൻ ദ്വീപിലെ തങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ടവറുകൾ തകർക്കാനും അമേരിക്കൻ സൈന്യം ഉപയോഗിച്ച കുവൈറ്റിലെ അലി അൽ സലേം വ്യോമത്താവളവും ബഹ്റൈനിലെ അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനവും കൃത്യമായി ലക്ഷ്യമിട്ടാണ് മിസൈലുകളും ഡ്രോണുകളും തങ്ങൾ തൊടുത്തത് എന്നാണ് ഇറാൻ വിപ്ലവസേന വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് കുവൈറ്റും ബഹ്റൈനും ഇറാന്റെ ലക്ഷ്യമായത്. അതായത് വെറുതെ കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഇറാൻ ആക്രമണം നടത്തുകയല്ലായിരുന്നു, അതിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അമേരിക്കയുടെ വ്യോമത്താവളത്തിലേക്ക് നടത്തിയ ആക്രമണത്തിനിടെ കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാൻ്റെ ഒരു ആത്മഹത്യാ ഡ്രോൺ വീഴുകയായിരുന്നു. അതാണ് ഇത്രയും നാശനഷ്ടം. ഒരു ഡ്രോൺ അല്ല, 2ഓ 3ഓ ഡ്രോൺ വീണു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഇത് അമേരിക്കയ്ക്കുള്ള ഒരു പാഠമാണ്. തങ്ങൾ നടത്തിയ ഈ പ്രത്യാക്രമണങ്ങൾ അമേരിക്കൻ ഭരണകൂടത്തിന് ഒരു പാഠമായിരിക്കണമെന്നാണ് IRGC പറയുന്നത്. മാത്രമല്ല, ഇനിയൊരു ഹിറ്റ് ആൻഡ് റൺ, അതായത് അടിച്ചിട്ട് ഓടുന്ന പരിപാടി തങ്ങളോട് നടക്കില്ല എന്നും അമേരിക്കയുടെ ഇത്തരം ഭ്രാന്തൻ നീക്കങ്ങൾക്ക് കടുത്ത പ്രത്യാക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്നും IRGC മുന്നറിയിപ്പ് നൽകുന്നു. അതായത് അടിച്ചിട്ട് പോകുന്ന പരിപാടി നടക്കില്ല. ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തടി ഉണ്ടായാലും അതിന് കനത്ത തിരിച്ചടി ഞങ്ങൾ നൽകും എന്നുള്ളതാണ് IRGC വ്യക്തമാക്കുന്നത്. ഇറാന്റെ പരമാധികാരത്തിന്മേലോ അതിർത്തികൾക്കുള്ളിലോ 1 ഇഞ്ച് പോലും സ്പർശിക്കാൻ ശ്രമിച്ചാൽ നിലവിലുള്ള എല്ലാ യുദ്ധ നിയമങ്ങളും അതിരുകളും ലംഘിച്ചുകൊണ്ട് ശക്തമായ ഭൂകമ്പം പോലുള്ള തിരിച്ചടി നൽകുമെന്നും ഈ മേഖലയിലെ എല്ലാ അമേരിക്കൻ താവളങ്ങളെയും തങ്ങളുടെ സൈന്യം ചാരമാക്കി മാറ്റുമെന്നും IRGC ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ തകർക്കാൻ ശ്രമിച്ചാൽ അതിന് അമേരിക്കൻ സൈന്യം വലിയ വില നൽകേണ്ടി വരും എന്നും IRGC നേവി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നു പോകാനുള്ള ഏക വഴി തങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളതാണ് എന്നും IRGC വ്യക്തമാക്കുന്നു. ഈ നിർദ്ദേശം ലംഘിക്കുന്ന ഏതൊരു കപ്പലും ആക്രമിക്കപ്പെടുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. തങ്ങളുടെ എണ്ണക്കപ്പലിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പകരമായി പനയ എന്ന കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇറാന്റെ പരമോന്നത നേതൃത്വത്തിന്റെ നിലപാട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് എന്നുള്ളത് പരിശോധിക്കണം. ചർച്ചകളിലോ വെടിനിർത്തൽ വ്യവസ്ഥകളിലോ അമേരിക്ക പരിധി ലംഘിക്കാൻ ഇറാൻ അനുവദിക്കില്ല എന്നാണ് ഇറാന്റെ പരമോന്നത നേതൃത്വത്തിന്റെ സൈനിക ഉപദേഷ്ടാവ് മൊഹസിൻ റസായി പറയുന്നത്. ഏതൊരു ആക്രമണത്തിനും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനമായി നമുക്ക് പരിശോധിക്കേണ്ടത് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പശ്ചിമേഷ്യയിലെ ഈ പുതിയ സാഹചര്യത്തിനിടയിലും ചർച്ചകൾ പൂർണ്ണമായി നിന്നുപോയിട്ടില്ല എന്നും സമാധാന കരാറിനായിട്ടുള്ള അണിയറ നീക്കങ്ങൾ തുടരുകയാണ് എന്നുമാണ് ട്രംപ് പറയുന്നത്. എന്നാൽ വാഷിങ്ടണുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് 2-3 ദിവസങ്ങളായി ആശയവിനിമയം ഒന്നുമില്ല എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നത്. ഇറാന്റെ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള തർക്ക വിഷയങ്ങളിൽ പരിഹാരം കാണാൻ തങ്ങൾ കരാറിനോട് അടുക്കുകയാണ് എന്നാണ് ഈ മാർച്ച് പകുതി മുതൽ ട്രംപ് പറയുന്നത്. ഇറാൻ ആണവായുധം നിർമ്മിക്കില്ലെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും ചർച്ചകളിൽ മുസ്തഫ ഖമേനി നേരിട്ട് പങ്കാളിയാണെന്നും ബുധനാഴ്ച പുറത്തുവിട്ട ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ ട്രംപ് അവകാശപ്പെടുന്നുണ്ട്.
അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും മുസ്തഫ കമനേയി ഇറാൻ നടത്തുന്ന നീക്കങ്ങളിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ നേരിട്ട് ഇടപെടുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ ട്രംപും അത് തന്നെ പറയുകയാണ്. അതായത് മുസ്തഫ കമനേയി ചർച്ചകളിൽ പങ്കെടുക്കാൻ പറ്റിയ ആരോഗ്യം വീണ്ടെടുത്തു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് പ്രധാനപ്പെട്ട രണ്ട് അമേരിക്കൻ നേതാക്കൾ, അമേരിക്കൻ പ്രസിഡന്റ് തന്നെ സ്ഥിരീകരിക്കുകയാണ് മുസ്തഫ ചർച്ചകളിൽ പങ്കെടുക്കുന്നു എന്നുള്ള കാര്യം. അത് ഏറ്റവും ശ്രദ്ധേയമായ വാർത്തയായി അന്താരാഷ്ട്ര രംഗത്ത് നിന്ന് വരുന്നു. മറ്റൊരു കാര്യം കൂടി ട്രംപ് ഏറ്റവും ഒടുവിലായി പറഞ്ഞിട്ടുണ്ട്. ഇറാനിൽ ഇപ്പോൾ കരസേനയെ ഇറക്കേണ്ട ആവശ്യമില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ചർച്ചകളിലൂടെ ഒരു ധാരണയിൽ എത്തണമോ അതോ ശക്തമായ സൈനിക ആക്രമണം നടത്തണമോ എന്ന കടുത്ത തീരുമാനത്തെയാണ് താൻ നേരിടുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. ഒപ്പം രണ്ടാമത്തെ വഴി അത്ര നല്ലതായിരിക്കില്ല എന്നുള്ള പതിവ് ശൈലിയിലുള്ള മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. മനുഷ്യാവകാശ വശങ്ങൾ കണക്കിലെടുത്ത് കാര്യങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അവിടെ കരസേന ഇറക്കേണ്ട ആവശ്യമില്ല. വെറും ബോംബാക്രമണം കൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഭൂരിഭാഗം സൈന്യത്തെയും തകർത്തു കഴിഞ്ഞു. 3 ദിവസത്തെ ആക്രമണം കൊണ്ട് അവരുടെ സൈന്യം ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായി എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഇത് നേരത്തെയും ട്രംപ് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞത് ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ഇറാനെ തകർക്കുമെന്നാണ്. ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളെല്ലാം തകർത്തു എന്നാണ്. പക്ഷേ എന്നിട്ടും ഇറാൻ അമേരിക്കയുടെ പേര് കേട്ട ഡ്രോണുകളെയും പേര് കേട്ട സ്റ്റെൽത്ത് വിമാനങ്ങളെയും ഒക്കെ അടിച്ചിടുന്ന സാഹചര്യമുണ്ടായി. അമേരിക്കൻ ഇൻ്റലിജൻസ് തന്നെ റിപ്പോർട്ട് നൽകി ഇറാൻ്റെ സൈനിക ശക്തി കുറഞ്ഞിട്ടില്ല, അത് കൂടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല കാസ്പിയൻ കടൽ വഴി റഷ്യയിൽ നിന്ന് വലിയ തോതിൽ ഇറാനിലേക്ക് ആയുധങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും പുറത്തു വന്നു. എന്നാൽ ഈ ട്രംപ് അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ന്യൂയോർക്ക് ടൈംസ് പത്രം വായിക്കുകയാണെങ്കിൽ ഇറാൻ അവിടെ വലിയ വിജയമായി എന്നാണ് നിങ്ങൾക്ക് തോന്നുക എന്നു ഈ പോഡ്കാസ്റ്റിൽ ട്രംപ് പരിഹാസ രൂപേണ പറയുന്നുണ്ട്. അതായത് ന്യൂയോർക്ക് പോസ്റ്റ് കൃത്യമായി ഈ വാർത്തകൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂയോർക്ക് ടൈംസ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂയോർക്ക് ടൈംസിൽ കൃത്യമായി ഇറാൻ വളരെ ശക്തിയായി തുടരുന്നു. ട്രംപ് ഇത്രയും വലിയ ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെടുമ്പോഴും ഇറാൻ ഒരു ശക്തിയായി തുടരുന്നു എന്നുള്ള കാര്യം ന്യൂയോർക്ക് ടൈംസ് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് പരിഹാസ രൂപേണ ട്രംപ് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. എന്തായാലും ട്രംപ് പറയുന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഇറാൻ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ഒരു അടി ഉണ്ടായാൽ അവിടെ അപ്പോൾ തന്നെ തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈനിക ശക്തി ഇറാൻ കൈവരിച്ചിട്ടുണ്ട്. അവരുടെ തകർന്ന കേന്ദ്രങ്ങളെല്ലാം ഇറാൻ തിരിച്ച് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോഴത്തെ സാഹചര്യം. അമേരിക്കയുടെ പ്രകോപനത്തെ തുടർന്ന് സ്ഥിതി വഷളായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി വിലയിരുത്താൻ കഴിയുക. രണ്ടും കൽപ്പിച്ചാണ് ഇറാൻ്റെ നീക്കങ്ങൾ. അതും നമ്മൾ നോക്കിക്കാണണം. ഇനിയും ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇറാൻ്റെ വിപ്ലവ സേന വ്യക്തമാക്കുന്നത്. ഇതാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെയുള്ള പശ്ചിമേഷ്യയിലെ സാഹചര്യം. പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.